ഇന്ന് എളുപ്പത്തിലൊരു കേക്ക് ആയാലോ? നമ്മളൊക്കെ എപ്പോഴൊക്കെങ്കിലും വീട്ടിലൊക്കെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഏത്തപ്പഴമൊക്കെ മേടിക്കാറില്ലേ? മിക്കവാറും അത് മേടിച്ചിട്ട് ചീഞ്ഞു പോവും, അല്ലെങ്കിൽ പുറമൊക്കെ കറുത്താകെ മോശമായി കഴിയുമ്പോഴേക്കും കഴിക്കാൻ മടിയായിട്ട് എടുത്ത് കളയലല്ലേ നമുക്കൊക്കെ പരിപാടി. അപ്പം ഇന്ന് അങ്ങനെ കറുത്തുപോയ പഴം കൊണ്ട് എളുപ്പത്തിൽ തന്നെ വീട്ടിലൊരു കേക്ക് റെഡിയാക്കി എടുത്താലോ? അപ്പം എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കിയിട്ട് വരാം. കേക്ക് റെഡിയാക്കാൻ തുടങ്ങാം. ആദ്യം തന്നെ ഒന്ന് പഞ്ചസാര കാരമലൈസ് ചെയ്തെടുക്കണം. അതിനായിട്ട് ഒരു അടികട്ടിയുള്ള പാത്രത്തിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കുവാണ്. ഇത് നന്നായിട്ട് തന്നെ ഒന്ന് ചൂടായിട്ട് മെൽട്ടായി ഒരു ബ്രൗൺ കളറിലേക്ക് വരണേ. അപ്പോൾ നന്നായിട്ട് മെൽറ്റായി കാരമലാവുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാവേ. അപ്പം നമ്മുടെ കേക്കിന് എന്തോരം കളർ വേണം അതിനനുസരിച്ച് നമുക്ക് പഞ്ചസാര കരിയാണ്ട് തന്നെ ഒന്ന് കാരമലൈസ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് കുറുകി നല്ല ബ്രൗൺ കളർ വന്നിട്ടുണ്ട്. നന്നായിട്ട് തിളച്ച് പദം വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു പരുവം വരെ മതിയാവും. ഇതിലേക്ക് ഇനി 1/4 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം, അല്ലെങ്കിൽ ഇതൊന്ന് തണുത്ത് വരുമ്പോഴേക്കും ഭയങ്കരമായിട്ട് കുറുകിപ്പോവും. 1/4 കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാവേ. കാരമൽ സിറപ്പ് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫാക്കി കൊടുത്തിട്ട് ഒന്ന് ആറാൻ വയ്ക്കാം. ഈ ഒരു പരുവത്തിൽ വരെ കാരമലാക്കി എടുത്താൽ മതിയാവും. ഇനി ഒന്ന് ഇരിക്കുമ്പോൾ ഒന്നും കൂടെ കുറുകി വരും. ഇനി ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം തന്നെ ഒന്ന് അരിച്ചിട്ടെടുക്കണം. അതിനായിട്ട് ഒരു അരിപ്പയിലേക്ക് 1 കപ്പ് മൈദ ഇട്ട് കൊടുത്തിട്ടുണ്ട്. കൂടെ തന്നെ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടി ഇട്ടിട്ടുണ്ട്. പിന്നെ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് 1/2 ടീസ്പൂൺ പട്ട പൊടിച്ചതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ആക്കിയിട്ട് അരിച്ചിട്ടെടുക്കണം. ഒരുപാട് പ്രാവശ്യം ഒന്നും ഇട്ട് അരിച്ചെടുക്കണ്ട, ഒറ്റ പ്രാവശ്യം അരിച്ചെടുത്ത് ഇതേപോലെ ഒന്ന് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതിയാവും. അപ്പോൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് 1/2 കപ്പ് പഞ്ചസാരയും കൂടെ പൊടിച്ചിട്ടെടുക്കണം. മൊത്തം 1 കപ്പ് പഞ്ചസാരയാണ് വേണ്ടത്. ഞാൻ ഇതിൻ്റെ അകത്ത് ഇപ്പോൾ 1/2 കപ്പ് കാരമൽ ചെയ്തിട്ടുണ്ട്, 1/2 കപ്പ് നമ്മളിത് ഇപ്പോൾ പൊടിച്ചിട്ടും കൂടി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തന്നെ 2 മുട്ടയും കൂടെ പൊട്ടിച്ചിട്ട് കൊടുക്കാം. ഞാനിവിടെ ഹാൻഡ് ബീറ്റർ ഒന്നും യൂസ് ചെയ്യുന്നില്ല, മിക്സിയിൽ തന്നെയാണ് നമ്മളെല്ലാം റെഡിയാക്കി എടുക്കുന്നത്. മുട്ടയുടെ സ്മെല്ലും ടേസ്റ്റും ഓവറായിട്ട് നിൽക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു പിഞ്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുവാണ്. കൂടെ തന്നെ 1/2 ടീസ്പൂൺ വാനില എസൻസും കൂടി ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ട് തന്നെ ഒന്ന് ബ്ലെൻഡ് ചെയ്തിട്ട് കൊണ്ടുവരാവേ. ഇതെല്ലാം കൂടെ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. ഈ മിക്സിയുടെ ജാറിലേക്ക് തന്നെ പഴവും കൂടെ അരച്ചിട്ടെടുക്കാവേ. ഞാൻ 2 പഴമാണ് എടുത്തേക്കുന്നത്. അപ്പോൾ അതേ തൊലിയൊക്കെ കറുത്തിട്ട് വന്ന പഴമാണ്. അപ്പോൾ ഇങ്ങനത്തെ പഴമൊക്കെ നമുക്ക് കഴിക്കാൻ പൊതുവേ മടിയാണല്ലോ. അപ്പോൾ ഇതേപോലെ കേക്കൊക്കെ ഉണ്ടാക്കിയെടുക്കുവാണെങ്കിൽ കുട്ടികൾ പെട്ടെന്ന് തന്നെ കഴിച്ചോളും. അപ്പോൾ നല്ല പഴുത്തിട്ടുള്ള പഴം തന്നെ കേക്കിനെടുക്കാൻ നോക്കുക കേട്ടോ. ഈ പഴവും കൂടെ നന്നായിട്ട് തന്നെ അരച്ചിട്ട് കൊണ്ടുവരാം. പഴവും നന്നായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ എടുത്ത് വെച്ചേക്കുന്ന പഞ്ചസാരയുടെയും മുട്ടയുടെയും മിക്സിലേക്ക് ആറാൻ വെച്ചേക്കുന്ന കാരമൽ സിറപ്പും കൂടെ ഇട്ട് കൊടുക്കാവേ. ഇതിപ്പോൾ ഇത് ആറി തണുത്ത് വന്നപ്പോഴേക്കും നന്നായിട്ട് തന്നെ കുറുകി വന്നിട്ടുണ്ട്. ഇനി ഈ കാരമൽ സിറപ്പും കൂടെ ഇതിനകത്തേക്ക് നന്നായിട്ട് തൂത്തിട്ട് കൊടുക്കാവേ. നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാവേ. ഇനി ഈ മിക്സിലേക്ക് തന്നെ നേരത്തെ അരച്ച് വെച്ചേക്കുന്ന പഴവും കൂടി ഇട്ട് കൊടുക്കാം. കാരമൽ സിറപ്പും പഴവും കൂടെ നന്നായിട്ട് മുട്ടയുടെ മിക്സിയിലേക്ക് യോജിപ്പിച്ചെടുക്കാവേ. ഇപ്പോൾ എല്ലാം തന്നെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് സൺഫ്ലവർ ഓയിലും കൂടെ ഒഴിച്ച് കൊടുക്കാം. സൺഫ്ലവർ ഓയിലോ അല്ലെങ്കിൽ ബട്ടർ ഒഴിക്കിയതാണെങ്കിലും നമുക്ക് ഈ കേക്കിലേക്ക് എടുക്കാവേ. അല്ലെങ്കിൽ രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് 1/4 കപ്പ് ബട്ടർ ഒഴിക്കിയതും 1/4 കപ്പ് സൺഫ്ലവർ ഓയിലും ആണെങ്കിലും നമുക്ക് കേക്കിലേക്ക് എടുക്കാം. ബട്ടർ ഇടുമ്പോൾ ഒന്നും കൂടെ ടേസ്റ്റ് ആവും. അപ്പം നിങ്ങൾക്ക് ഏതാണോ അവൈലബിൾ ആയിട്ടുള്ളത് അത് യൂസ് ചെയ്യാം കേട്ടോ. ഇനി ഈ വെറ്റ് മിക്സിലേക്ക് നമ്മൾ നേരത്തെ അരിച്ച് വെച്ചേക്കുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇട്ട് കൊടുക്കാം. എല്ലാം കൂടെ ഒരുമിച്ചിട്ടിട്ട് ഇളക്കിയെടുക്കരുത്. പകുതിയായിട്ട് ഇട്ടിട്ട് ഇതേപോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുത്താൽ മാത്രം മതിയാവും. ഒരുപാട് കുത്തി ഇളക്കി പോയിട്ടുണ്ടെങ്കിൽ കേക്കിൻ്റെ നടുഭാഗം കുഴിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതേപോലെ പയ്യെ ഒന്ന് ഫോൾഡ് ചെയ്തിട്ടെടുക്കാവേ. ഞാൻ എല്ലാ പൊടിയും കൂടെ ആ മിക്സിലേക്ക് ഇട്ട് കൊടുത്തില്ലായിരുന്നു, കുറച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നേ. ഞാൻ ഈ കേക്കിലേക്ക് കുറച്ച് ടൂട്ടി ഫ്രൂട്ടിയും കശുവണ്ടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് ഡയറക്റ്റ്ലി ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ കേക്ക് ബേക്ക് ആകുമ്പോഴേക്കും എല്ലാം കൂടെ താഴെ വന്ന് സെറ്റായി പോവും. അതുകൊണ്ട് ഈ മൈദയുടെ മിക്സിയിലേക്കൊന്ന് കോട്ട് ചെയ്ത് കൊടുത്തിട്ടാണ് നമ്മുടെ ബാറ്ററിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. ഈ ടൂട്ടി ഫ്രൂട്ടിയും കാഷ്യൂ ഒന്നും ഇട്ടില്ലെങ്കിൽ തന്നെ
കേക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും, പക്ഷേ ഇടയ്ക്കൊന്ന് കടിക്കാൻ കിട്ടുമ്പോഴേക്കും വേറൊരു ടേസ്റ്റ് ആണല്ലോ, അതുകൊണ്ട് മാത്രം ഇട്ട് കൊടുത്തോന്നുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ കറുത്ത മുന്തിരിയോ കിസ്മിസോ ഏത് വേണമെങ്കിലും കൂടെ ഇട്ട് കൊടുക്കാം. ഡ്രൈ ഫ്രൂട്ട്സും നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള എന്ത് വേണമെങ്കിലും ഇട്ട് കൊടുക്കാവേ. അപ്പോൾ ഞാൻ ഇത്രയും ഇട്ട് കൊടുക്കുന്നുള്ളൂ. ഇതെല്ലാം തന്നെ നന്നായിട്ട് കോട്ട് ചെയ്തതിന് ശേഷം നമ്മുടെ വെറ്റ് മിക്സിയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുവാണ്. ഇനി ഇതും കൂടെ നന്നായിട്ട് തന്നെ ഒന്ന് യോജിപ്പിച്ചിട്ടെടുക്കാം. അപ്പോൾ കേക്കിൻ്റെ ബാറ്റർ റെഡിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഒരുപാട് നേരം ഇട്ടിട്ട് ഇളക്കിയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കുഴിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. ഇനി നമുക്കിത് കേക്കിൻ്റെ മോൾഡിലേക്ക് മാറ്റി കൊടുക്കാം. ഞാനിപ്പോൾ ഇതേപോലത്തെ ബ്രെഡൊക്കെ ഉണ്ടാക്കുന്ന മോൾഡിലാണ് കേട്ടോ ഈ കേക്ക് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി ഇതിലേക്ക് കുറച്ച് പൊടിയും കൂടി ഇട്ട് കൊടുത്ത് തട്ടിക്കൊടുക്കുവാണേ. അപ്പോൾ പെട്ടെന്ന് തന്നെ വിട്ടുപോരാൻ വേണ്ടിയിട്ടാണ് ഇതേപോലെ ചെയ്യുന്നത്. പിന്നെ ഇത് സിൽക്കയുടെ മോൾഡ് ആയതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ വിടിപ്പിച്ചെടുക്കാനും എളുപ്പമായിരിക്കും. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഏത് മോൾഡാണോ അവൈലബിൾ ആയിട്ടുള്ളത് ആ മോൾഡിൽ റെഡിയാക്കി എടുക്കാം കേട്ടോ. കേക്കിൻ്റെ ടിന്നാണെങ്കിൽ അതാണെങ്കിലും മതി, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള സാധാരണ പാത്രത്തിലാണെങ്കിലും റെഡിയാക്കി എടുക്കാവുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾ ഗ്യാസ് സ്റ്റോപ്പിലാണ് ബേക്ക് ചെയ്യാൻ വെക്കുന്നതെങ്കിൽ ഇഡ്ഡലി ചെമ്പോ കുക്കറോ ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 10 മിനിറ്റ് ആദ്യം തന്നെ പ്രീ ഹീറ്റ് ചെയ്തെടുക്കാം. കുക്കറാണ് എടുക്കുന്നതെങ്കിൽ വാഷറും വിസിലൊക്കെ മാറ്റിയിട്ട് വേണം പ്രീ ഹീറ്റ് ചെയ്യാൻ വെക്കാൻ. അതിനുശേഷം ഒരു റിങ് ഇറക്കി വെച്ച് കൊടുത്തിട്ട് 3/4 മണിക്കൂറോളം ലോ ഫ്ലെയിമിലിട്ടിട്ട് ബേക്ക് ചെയ്തെടുത്താൽ മതിയാവും. കേക്കിൻ്റെ ബാറ്റർ മുഴുവൻ മോൾഡിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് എയർ ബബിൾ പോകാൻ വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് തട്ടിയും കൂടെ കൊടുത്തതിന് ശേഷം ബേക്ക് ചെയ്യാൻ വെക്കാവേ. ഞാനിവിടെ ഓവനിലാണ് ബേക്ക് ചെയ്യാൻ വെച്ചേക്കുന്നത്. ആദ്യം തന്നെ 10 മിനിറ്റിൽ 180 ഡിഗ്രിയിൽ പ്രീ ഹീറ്റഡ് ഓവനാണ്. ഇനി ഇതിലേക്ക് 160 ഡിഗ്രിയിൽ ഒരു 45 മിനിറ്റ്സ് ബേക്ക് ചെയ്യാൻ വെക്കുവാണ്. ഇത് കഴിഞ്ഞിട്ട് നോക്കിയിട്ട് മാത്രം സമയം വേണമെങ്കിൽ കൂട്ടി വെച്ച് കൊടുക്കാവേ. അപ്പോൾ ഇതേ നമ്മുടെ കേക്ക് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. 45 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് ഞാനൊരു 10 മിനിറ്റും കൂടെ എക്സ്ട്രാ വെച്ച് കൊടുത്തായിരുന്നു. അപ്പോഴാണ് നമ്മുടെ കേക്ക് ബേക്കായിട്ട് വന്നത്. അപ്പോൾ ഇതേ നമ്മുടെ കേക്കൊന്ന് ഞാൻ മുറിച്ചിട്ട് കാണിച്ചു തരാം. നല്ല സോഫ്റ്റ് ആൻഡ് സ്പഞ്ചി ആയിട്ടിരിക്കുവാണ്. നന്നായിട്ട് ആറിയതിന് ശേഷം മാത്രം മോൾഡിൽ നിന്ന് എടുത്തിട്ട് മുറിക്കാൻ നോക്കുക കേട്ടോ. അപ്പോൾ ഇതേപോലെ എളുപ്പത്തിൽ തന്നെ പഴമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ കേക്ക് റെഡിയാക്കി എടുക്കാവുന്നുള്ളൂ. അപ്പോൾ എല്ലാവരും തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ പറയുക. ഇനി ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ താഴെ ഒരു ചുമന്ന സബ്സ്ക്രൈബ് ബട്ടണും കൂടെ തന്നെ ഒരു ബെല്ലൈക്കണും കൂടെ വരും. അതും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഞാൻ എൻ്റെ റെസിപ്പി വേഗം തന്നെ കിട്ടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ പറയാം കേട്ടോ. ഇതേപോലത്തെ ഒരു ഈസി ആയിട്ടുള്ള റെസിപ്പി ആയിട്ട് ഞാൻ വേഗം തന്നെ വരുന്നതായിരിക്കും കേട്ടോ. താങ്ക്